ഞാൻ ഇപ്പോഴൊരു കാര്യം ഓർത്തതേ, ഈ ചിലരൊക്കെ ഒന്ന് തോറ്റാൽ രണ്ടാമത് ശ്രമം നടത്തും, ചിലർ അതോടെ എല്ലാ പരിപാടിയും നിർത്തും. പക്ഷേ ഒന്ന് തോറ്റാൽ രണ്ടാമത് ശ്രമിച്ച്, രണ്ടാമത് തോറ്റാൽ മൂന്നാമതും ശ്രമിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് തോൽവിയുടെ കാര്യത്തിലാണ്. പക്ഷേ ഈ ഇടയ്ക്ക് ഞാനൊരു പോസ്റ്റർ കണ്ടേ, ഈ പറശ്ശിവക്കൽ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തിനടുത്തുള്ള ലവ് ആർമി ചർച്ചിൻ്റെ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു ക്യാമ്പ് നടക്കുന്നു. എവയ്ക്ക് എന്നതിന് പേരിട്ടത്, അതിൻ്റെ തൊട്ട് താരെയുണ്ട് സീസൺ 3 എന്ന്. അപ്പോൾ 3 എന്ന് വെക്കണമെങ്കിൽ 1ഉം 2ഉം വിജയിച്ച് കാണും. ഞാൻ ആ മീറ്റിങ്ങിന് ഒന്ന് പോകാൻ ഈ വരുന്ന 4, 5, 6 തീയതികളിലാണ്. പക്ഷേ ഒരു ശ്രമം ഞാനിവിടെ നോക്കുന്നുണ്ട്. നിങ്ങളെ കൂടെ ഞാൻ വിളിക്കുക, നിങ്ങളും വരണം. എന്താ കാര്യം ചോദിച്ചാൽ, 1ഉം 2ഉം വിജയിച്ചത് കൊണ്ടായിരിക്കുമല്ലോ അവർ മൂന്നാമതൊരു ക്യാമ്പ് വെച്ചത്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ക്യാമ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത അവർ കൊണ്ടുവന്ന് കാണും. കാര്യം ഇൻ്റർനാഷണൽ സയോൺ അസംബ്ലി എന്തെങ്കിലും ഒരു വ്യത്യസ്തതയൊക്കെ കൊണ്ടുവരുന്നവരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആ മീറ്റിങ്ങിലേക്ക് വിളിക്കുന്നു. പിന്നെ നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങൾ ചെയ്ത കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തില്ല. കർത്താവ് എപ്പോഴും പുതിയ കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ വർഷം പുതിയ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. അതുകൊണ്ട് മെയ് 4, 5, 6 തീയതിയിൽ നടക്കുന്ന ആ ക്യാമ്പിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.